ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ട്രാവൽ ചങ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളും അങ്ങനെ അവസാനം എക്സ്പോ കാണാൻ എത്തിയേക്കുവാണ്. അതെ, കുറെ കാര്യങ്ങളുണ്ട്. ബാക്കി കാഴ്ചകൾ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരുപാട് എല്ലാ രാജ്യങ്ങളുടെയും കൊടികൾ തന്നെ കയറുന്ന ഗേറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഈ എൻട്രൻസ് തന്നെ കാണാൻ നല്ല സൂപ്പറാട്ടോ, നല്ല രസമുണ്ട്. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. ഇന്ന് നമ്മൾ എൻട്രൻസിലോട്ട് കയറുവാണ്. അതെ, ഇവിടെ നമുക്ക് ഓരോ പവലിയനിൽ കയറാനുള്ള ഇത് കൊടുത്തേക്കുന്നുണ്ട്. ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, ഒമാൻ. നമുക്ക് ആദ്യത്തെ പവലിയനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ വന്നേക്കുന്നത് റഷ്യൻ പവലിയനിൽ കയറാനാണ്. നല്ല തിരക്കാണ്. എന്നാലും നമ്മൾ ക്യൂ ഒക്കെ നിന്നത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. മേളിൽ നോക്കിയ സ്റ്റാർസ് പോലെ ഉണ്ടല്ലേ. The most complex phenomenon in the known universe. Complexity of the brain, both structural and functional, creates cognition. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പോക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റാളുകളിൽ നമുക്ക് പാസ്പോർട്ട് വാങ്ങിക്കാൻ പറ്റും, എക്സ്പോ പാസ്പോർട്ട്. അപ്പോൾ നമ്മളത് ആദ്യം തന്നെ നമ്മൾ റഷ്യയിൽ വന്നു നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് പല പവലിയനിൽ പോലും സ്റ്റാമ്പ് ചെയ്യുന്നതായിരിക്കും. It took 2 months to accomplish what you see outside the building. 2 months. Actually, Mexico is the only pavilion in the Expo Dubai 2020 that it was made handcrafted from outside the building. Mexico. There are 192 pavilions. My God, I don't think you're gonna be able to see, there are so many of them. I would recommend Germany, Saudi Arabia, Emirates, Thailand, and Pakistan. They're very nice pavilions. Actually, very nice of them. You need to go to those, okay? Go to all of them, but those top 5 that everybody says they are the best, okay? Emirates, Saudi Arabia, Germany, Thailand, Russia is very nice too, okay? Japan, Pakistan, very nice. So you want to go through, you're going to see a lot about the monarch butterfly, which symbolize Mexico in terms of roots, mobility, and exchange.
this magnificent insect migrates from Mexico all the way to Canada. And in Canada, when it gets very cold, in the winter time, they backwards to Mexico, exactly the same place they came from. കൊറിയയുടെ പവിലിയനാണ് ഈ കാണുന്നത്. നല്ല തിരക്കാണ്. നമുക്ക് അടുത്ത പവിലേക്ക് പോകാം. നമ്മളിപ്പോൾ ടെറാ പവിലിയനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീ ചെറിയ വാഴ ഉണ്ടോ? വാഴ കരിമ്പിൻ്റെ സോളാർ പാനൽസ് ആണ്. ഇത് മൊത്തം സോളാർ പാനൽസ് വെച്ചേക്കുന്നത്. എന്തോ അറിയാം എന്തോ അങ്ങനെ നമ്മൾ ടെറാ പവലിയനിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ ഇൻഡോർ ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ടെറാ പവലിയൻ്റെ അണ്ടർ ദ ഫോറസ്റ്റ് എന്നുള്ള ടീമിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഇവരൊക്കെ ചെയ്തേക്കുന്നത്. വളരെ ഇൻ്റലിജൻ്റായിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള തീമിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ തന്നെ. വീഴല്ലേ? ഇത് ഈ ടെറാപ്പലിൻ്റെ അകത്ത് നമ്മൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നെറ്റ് പോലെ കയറ് വെച്ചിട്ടുണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിലേക്ക് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഈ വെള്ളത്തിലൊക്കെ ചവിട്ടുന്ന ഒരു ഫീലിംഗ്, അതുപോലെയാണ് നമുക്ക് ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
ആൾ ഓഫ് കൺസ്ട്രക്ഷൻ. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സ്പെയിനിൻ്റെ പവിലിയനിലാണ്. കൊള്ളുന്നത് കണ്ടില്ല നമ്മുടെ പേരൊക്കെ വരുന്നത് ഇബിൻ റിയ. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് നമ്മുടെ പേര് അവിടെ കാണിക്കുന്നതാണ് ഡിസ്പ്ലേയിൽ. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ റോബോയെ കണ്ടേക്കുവാണ്. എക്സ്പോയിലെ പ്രിയങ്കരനായ റോബോയാണ് ഈ കാണുന്നത്. അങ്ങനെ കണ്ടില്ല. അപ്പോൾ റോബോയെ കണ്ടപ്പോൾ തന്നെ ഇവിടുത്തെ പിള്ളേരൊക്കെ ഓടി വന്ന് അതിന് ചുറ്റും കൂടിയൊക്കെയാണ്. അപ്പോൾ അതിനെ കാണാനായിട്ട് നല്ല രസമുള്ളൊരു കാഴ്ചയാണത്. Let me get my swag on. Is also one of the sustainable pavilion. Hello. Excuse me, Yes. I'm in charge of the security here. Please let me through. അങ്ങനെ അവസാനം നമ്മൾ എവിടെയാണ് വന്നേക്കുന്നത്? ടയർഡായോ? അങ്ങനെ അവസാനം ഞങ്ങൾ ഇന്ത്യൻ പവലിയനിൽ എത്തിയിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ ഇന്ത്യൻ പവലിയനും കേരള പവലിയൻ ഒക്കെ അതിനകത്ത് ഉണ്ട്. നമുക്ക് അതൊക്കെ കണ്ടിട്ട് വരാം. അവസാനം തപ്പി അവസാനം എത്തിയതാണ്. നമുക്ക് ഇനി അതൊക്കെ കാണാം. കയ്യില് പക്ഷെ മാപ്പൊക്കെ കണ്ടുപിടിച്ച് പഠിച്ചു വരുമ്പോ ടൈം എടുക്കും. ടയർഡായി. നമുക്ക് അതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി വണ്ടി കൊണ്ട് ഒന്നും കണ്ടു തീർക്കാൻ ഒട്ടും പറ്റില്ല. കുറെ ഉണ്ട്. നല്ലൊരു എക്സസൈസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കാത്തേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഇന്ത്യൻ പവലിയൻ. ഇവിടുത്തെ എക്സ്പോയിലെ വലിയൊരു പവലിയൻ തന്നെയാണിതും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പവലിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത്
നമ്മുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതാണ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വീണ്ടും നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കലാരൂപങ്ങളും നമുക്ക് വലിയ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. നല്ല രസമുണ്ട്. ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നൊരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. Opportunity, progress. Come to India and explore this opportunity. India also. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പവലിൻ്റെ അകത്തോട്ട് നടക്കുമ്പോൾ തന്നെ ഒരു കണ്ട കാഴ്ചയാണിത്. നമ്മുടെ മോദിജി ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഹോളോഗ്രാമിൻ്റെ ഇതിൽ ഒറിജിനാലിറ്റി ഫീലിങ്ങിലാണ് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്.
എക്സ്പോ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തായാലും കുറച്ച് പവലിയനുകളൊക്കെ കണ്ടിട്ടുണ്ട്, റഷ്യ, ഇന്ത്യ, ചൈന. അപ്പം നമ്മൾ ഇന്ത്യ കണ്ട് നമുക്ക് അവസാനം നിർത്തിക്കണം. രാവിലെ വന്ന് വൈകുന്നേരം ആയപ്പോൾ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട് എല്ലാ പവലിയനും കണ്ടിട്ട്. അതെ അതെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇതുവരെയും Signing off. Priya Ebron. Bye bye. ഓക്കെ.